നമുക്കൊരു ടെക്സ്റ്റ് എഫക്റ്റ് നോക്കാമേ. ഞാനൊരു പുതിയ ഫയൽ എടുത്തു, ഡീഫോൾട്ട് ഫോട്ടോഷോപ്പ് സൈസ് എടുത്തു, എന്നിട്ട് ക്രിയേറ്റ് കൊടുത്തു. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്തൊരു കളർ ബ്ലാക്ക് ആക്കാം. എങ്ങനെ നമുക്ക് കളർ ബ്ലാക്ക് ആക്കാം? ഡീഫോൾട്ട് ഫോർഗ്രൗണ്ട് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് കളർ ഫ്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ഫ്ലിപ്പ് ചെയ്യാം? ഡി അടിച്ചു കഴിഞ്ഞാൽ പഴയതുപോലെ കേട്ടോ. ഇപ്പൊ ഏത് കളർ നിങ്ങൾ ആക്കിയിട്ടിരുന്നാലും ഇപ്പൊ ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ ഡി അടിച്ചു കഴിഞ്ഞാൽ പഴയ പോലെ കളർ ആവും. ആണല്ലേ? എക്സ് അടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പ് ചെയ്യാം. ഫോർഗ്രൗണ്ട് കളർ ആൻഡ് ബാക്ക്ഗ്രൗണ്ട് കളർ ഫ്ലിപ്പ് ചെയ്യണമെങ്കിൽ ഏതാണ്? എക്സ്. ഓക്കെ, അതിനുശേഷം ഞാൻ ഇതിൻ്റെ അകത്തൊരു പെയിന്റ് ബക്കറ്റ് ടൂൾ വെച്ചിട്ട് അടിച്ച് ഫ്ലിപ്പ് ചെയ്ത് ബ്ലാക്ക് ആക്കി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യേണ്ടത് കളർ വൈറ്റ് ആയിരിക്കണം. ഞാൻ അതിൻ്റെ അകത്ത് ജി എന്നടിച്ചു. ഓക്കെ, എന്നിട്ട് കൺട്രോൾ ടി ഹോൾഡ് ചെയ്തിട്ട് അതിനെ വലുതാക്കി. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്തു. ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കാം. ഓൾട്ട് ഹോൾഡ് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കാം. കണ്ടല്ലോ, ജിയുടെ ഒരു കോപ്പി. ഇതിനെ ഞാൻ ഏന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഇതിനെ സെലക്ട് ചെയ്തിട്ട് മൂവ് ചെയ്ത് വെച്ചു. ഇതിന് 6 എന്ന് പറഞ്ഞു. എന്നിട്ട് ഇതിന്റെ കോപ്പി തന്നെ എടുക്കണം, കാരണം ലെങ്ത്തും. ഇതിനെ നമുക്ക് പി എന്നടിക്കാം. പി എന്നടിച്ചു. എന്നിട്ട് ഇതിന്റെ ഒരു കോപ്പി എടുക്കാം. ഇതിന് എച്ച് എന്ന് കൊടുക്കാം. ഓക്കെ, ഇതിന് കറക്റ്റ് ലെങ്ത്തും അലൈൻമെന്റും എല്ലാം കൃത്യമായിട്ട് വെച്ച് കൊടുക്കുക. ഓൾട്ട് ഹോൾഡ് ചെയ്ത് മൂവ് ചെയ്യുക. ഇതിന് ഐ. അടുത്തത് സി. ഗ്രാഫിക് എന്ന് മാത്രം നമുക്ക് എഴുതാം. സെലക്ട് ചെയ്തിട്ട് ഓക്കെ, ഇതിനെ മൂവ് ചെയ്യാം. അപ്പോൾ ഓരോ ലെറ്റർ ബൈ ലെറ്റർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് നമുക്ക് മൂവ് ചെയ്ത് കൊടുക്കാം. ഒരു എസും കൂടെ കൊടുക്കാം അല്ലേ? ഗ്രാഫിക്സ് പൂർണ്ണമായിട്ട് വരട്ടെ അത്. യെസ്, ഗ്രാഫിക്സ്. ഓക്കെ, ഞാൻ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തേ. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ 6 ഉണ്ടല്ലോ, 6 അടുത്ത് ഞാൻ ജിയുടെ മുകളിൽ വെച്ചു ആണോ? ഓക്കെ, ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് കണ്ടോ, ജി എടുത്ത് ഞാൻ 6ന്റെ മുകളിൽ വെച്ചു. എനിക്ക് ഇതിന്റെ ഇടയിൽ ഒരു സെപ്പറേഷൻ വേണം കേട്ടോ. ഇതിന്റെ ഇടയിൽ എനിക്കൊരു സെപ്പറേഷൻ വേണം. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ 6 സെലക്ട് ചെയ്തിട്ട് നമുക്കൊരു മാസ്ക് കൊടുക്കുക. ഏതുണ്ടോ മാസ്ക്? ആഡ് എ ലെയർ മാസ്ക്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു വൈറ്റ് കളർ ഇവിടെ വരും. ഇതിലെന്ത് കളറാ? ബ്ലാക്ക്. പിന്നെ ബ്രഷ് ടൂൾ എടുത്തിട്ട്, സാധാരണ ഒരു ബ്രഷ് ടൂൾ, സോഫ്റ്റ് റൗണ്ടഡ് ബ്രഷ് ടൂൾ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പെയിന്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ ആ ഒരു സെപ്പറേഷൻ വരുന്നുണ്ടോ? ഇപ്പൊ ആ ഒരു ഫീൽ വരുന്നുണ്ടോ? രണ്ടും രണ്ടായിട്ടാണ് ഇരിക്കുന്നത്. മനസ്സിലായോ? നമുക്ക് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പെയിന്റ് ചെയ്ത ഒറ്റ സ്ട്രെച്ചിൽ തന്നെ നമുക്ക് കംപ്ലീറ്റിങ് വരച്ചെടുക്കാം. കണ്ടോ? മനസ്സിലായ സംഭവം? അപ്പൊ പെയിന്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസൃതമായിട്ട് പെയിന്റ് ചെയ്യും. ഇപ്പൊ 6ന്റെ ഇടയിലാണ് പെയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 6ന്റെ ആ ഒരു ഇന്റൻസിറ്റി ഒക്കെ നമുക്ക് കുറയ്ക്കാം. ഒപ്പാസിറ്റി കൂടുതലാണ് കിട്ടണം. അതായത് ഇത്ര ഇന്റൻസീവായിട്ട് പെയിന്റ് ആവണം. 50 കൊടുത്തിട്ട് നമുക്ക് പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇത്ര ഇന്റൻസീവായിട്ട് പെയിന്റ് ആവൂല. പക്ഷേ നമുക്ക് അത്യാവശ്യം ആ ഒരു സ്പ്ലിറ്റ് കറക്റ്റായിട്ട് ചെയ്യും. മാറ്റി നോക്കിയാൽ വേറെ ഒന്നുമില്ല. അതിനകത്ത് ബ്ലാക്ക് പെയിന്റ് അടിച്ചിരിക്കുന്നു, അത്രേ ഉള്ളൂ. സെലക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്തത് എ. ഇതിന്റെ മുകളിൽ വരുമ്പോൾ നമുക്ക് ഏതിലായിരിക്കും ഇത് കൊടുക്കേണ്ടത്? 6ൽ ഇനി കൊടുത്തിട്ട് കാര്യമില്ല. ഓൾറെഡി നമ്മൾ 6ൽ കൊടുത്തു. നമുക്ക് ഏതിൽ കൊടുക്കാം? എയിൽ കൊടുക്കാം. എക്കകത്ത് ഒരു മാസ്ക് കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യാം? ബ്രഷ് ടൂൾ എടുക്കുന്നു, ഇവിടെ പെയിന്റ് ചെയ്തു. കണ്ടാ, ആ ഒരു സ്പ്ലിറ്റ് അപ്പ് കറക്റ്റായിട്ട് വന്നല്ലോ. ഇത്രയും പെയിന്റ് ചെയ്യുന്നു, അത്ര ഇന്റൻസിറ്റി കൂടും ഇവിടെ. അല്ലേ? ഇന്റൻസിറ്റി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ 50 എന്നുള്ള 40 ആക്കും. ഇതിന് പെയിന്റ് ചെയ്യാം. അപ്പൊ അത്രയും ഒരു ഇത് വരത്തില്ല. ഇനി അടുത്ത പി എടുത്തിട്ട് പി അവിടെ വെച്ചു കൊടുത്തു. അടുത്ത പി നമുക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഇതിന്റെ അകത്ത് ബ്രഷ് ടൂൾ എടുക്കുന്നു. അടുത്തത് എച്ചിനെ ഡ്രാഗ് ചെയ്ത് ഇതിന്റെ മുകളിൽ വയ്ക്കുന്നു. എച്ചിലും മാസ്ക് കൊടുക്കും. വേറെ ഒന്നുമില്ല, ബ്ലാക്കും വൈറ്റും ഇത്രേ ഉള്ളൂ. മാസ്ക് സെലക്ട് ചെയ്യുന്നു, പെയിന്റ് ചെയ്ത് കൊടുക്കും. ഇന്റൻസിറ്റി കൂടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്റൻസിറ്റിക്ക് അനുസൃതമായിട്ട് വരയ്ക്കണം കേട്ടോ, എന്നാലും ഇന്റൻസിറ്റി കൂടുള്ളൂ. ഐയും എച്ചും നമ്മളിപ്പോൾ നമുക്ക് കാണാൻ പോലും പറ്റുന്നില്ല. സെലക്ട് ചെയ്യുക, ഈ ടൂൾ എടുക്കുക, വരയ്ക്കുക. കണ്ടോ, ഇത്
കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പതുക്കെ ഇതിന്റെ ഇന്റൻസിറ്റി ഒരു 60 ആക്കിയിട്ട് വീണ്ടും പെയിന്റ് ചെയ്യാം. നമുക്ക് തീരെ കുറഞ്ഞു പോയി തോന്നുകയാണെങ്കിൽ കേട്ടോ ഐ കുറച്ചുകൂടെ ഒരു ഫീൽ വരും. സി ഇവിടെ എടുത്ത് വയ്ക്കുക കേട്ടോ. ഐ ഓൾറെഡി ഉള്ളതുകൊണ്ട് സി ഇവിടെ വയ്ക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ വരണം അല്ലേ. അപ്പൊ അനാവശ്യമായിട്ട് പെയിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് എസ്, സിയുടെ മുകളിലിരിക്കുമ്പോൾ ആ എസിന് കൂടെ പെയിന്റ് ചെയ്യും. ജസ്റ്റ് സെലക്ട് ചെയ്യുക, മാർക്ക് ചെയ്യുക. ഐ മുകളിലാണെങ്കിൽ ഐ എടുത്ത് മുകളിൽ വെച്ചു കൊടുക്കുക. ഇപ്പൊ ഞാൻ താഴെ വെച്ചിട്ടേ ഉള്ളൂ, ഒന്നുമില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ തിരിച്ച് പെയിന്റ് ചെയ്ത് കൊടുക്കുക, തിരിച്ച് പെയിന്റ് ചെയ്ത് കൊടുക്കുക, തിരിച്ച് വരും. അങ്ങനെ ഓർഡർ ഇല്ല, ഓർഡർ വേണമെങ്കിൽ ഓർഡറിൽ മാറ്റി വയ്ക്കാം. ഞാനിപ്പോ ഇങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. ഇങ്ങനെ മുകളിലും താഴെ തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചാൽ മതി. മാസ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് പെയിന്റ് ചെയ്താൽ മതി. ഇപ്പം ഏതാണ് പ്രശ്നം? ഐ അല്ലേ പ്രശ്നം. അപ്പൊ ഐ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റിവേഴ്സ് പെയിന്റ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ തിരിച്ചിട്ട് കണ്ടോ പോലെ നമുക്ക് കിട്ടും കണ്ടോ. എന്നിട്ട് എച്ചില് പെയിന്റ് ചെയ്ത് കൊടുക്കുക. എച്ചില് സെലക്ട് ചെയ്തിട്ട് എച്ചില് കൂടുതൽ പെയിന്റ് ചെയ്യാം. സെലക്ട് ചെയ്ത് ഫ്ലിപ്പ് ചെയ്തിട്ട് എച്ചില് പെയിന്റ് ചെയ്യുമ്പോൾ കണ്ടോ ഈ ഒരു പോർഷൻ ഐയുടെ ഈ ഒരു പോർഷൻ കിട്ടും. സീലാണെങ്കിൽ സീല് പോയിട്ട് സിയുടെ സീല് മാസ്ക് കൊടുത്തിട്ട് സീല് പെയിന്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ തിരിച്ചും മറിച്ച് നമുക്ക് പെയിന്റ് ചെയ്യാം. ഏതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു രീതിക്ക് അനുസൃതമായിട്ട് നമുക്ക് അതിനെ പെയിന്റ് ചെയ്യാം. ഇനിയിപ്പം ഈ ഒരു ഐ ഉണ്ടല്ലോ, ഈ ഐ അല്ലേ, ഐയും സിയും ഇതെങ്ങനെയാണ് കിടക്കുന്നത്? ഐയും സിയും ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പൊ വേറൊന്നും വേണ്ട, ഐയും സിയും ഐ എടുത്ത് മുകളിൽ ഇട്ടാൽ മതി സംഭവം. മാസ്ക് ചെയ്യാം. ഇതിപ്പോ ഐക്കകത്ത് ഞാൻ പെയിന്റ് ചെയ്തിട്ടുണ്ട്. അതിനെ ഞാൻ ഫ്ലിപ്പ് ചെയ്തിട്ട് അതങ്ങ് വൈറ്റ് ആയി കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ നമ്മൾ എച്ചിൽ സെലക്ട് ചെയ്യുക. എച്ചിൽ നമ്മൾ സ്വല്പം കൂടെ പെയിന്റ് ചെയ്ത് കൊടുക്കുക. ഐ സ്വല്പം കൂടെ ഇവിടെ വെച്ചിട്ട് എച്ചിനെ പെയിന്റ് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്യുക, വൈറ്റ് അല്ല ബ്ലാക്ക് ആക്കുക. എച്ചിൽ സെലക്ട് ചെയ്യുക, എച്ചിൽ പെയിന്റ് ചെയ്ത് കൊടുക്കുക. ഐയിലപ്പോ എന്താണ് പെയിന്റിന്റെ ആവശ്യമില്ല. ഞാൻ ഫ്ലിപ്പ് ചെയ്യുക, ഐയിൽ പെയിന്റിങ് മാറ്റി കൊടുത്തു കണ്ടോ. ഇനി മൂവ് ചെയ്തപ്പോൾ ഐ എന്തായി? എച്ചിന്റെ ടോപ്പിലായില്ലേ. അപ്പൊ പെയിന്റിങ് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. എസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ സിയിൽ പെയിന്റ് ചെയ്യാം. സി സെലക്ട് ചെയ്യുന്നു, സിക്കകത്ത് നമ്മൾ പെയിന്റ് ചെയ്യുന്നു. വൈറ്റിൽ ബ്ലാക്ക് ആക്കുക. ഇവിടെ അങ്ങ് പെയിന്റ് ചെയ്ത് കൊടുക്കുക സിയിൽ. ഇവിടെ എന്നിട്ട് എന്ത് ചെയ്യുക? ഡ്രാഗ് ചെയ്ത് ഇതിന്റെ മുകളിൽ വെക്കും. ഇവിടെ കിട്ടിയോ? അപ്പൊ എല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് സെലക്ട് ആയി. ഇനി ഇതിനെല്ലാം കൂടെ സെലക്ട് ചെയ്യുക. 1 കൺട്രോൾ ഇ എന്താ? ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൽ ബ്ലാക്കിൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഫിൽ ചെയ്യാൻ പറ്റുന്നത്. വേറെ ഏതെങ്കിലും കളർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഫിനിഷ് നമുക്ക് കിട്ടിയെന്ന് വരും. അപ്പൊ ആ കളറിൽ ഇട്ടിട്ട് വേണം പെയിന്റ് ചെയ്യാൻ. ഇപ്പൊ ബ്ലാക്കിൽ ഇത് പക്കായിട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ എല്ലാം ഓക്കെ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു റിഫ്ലക്ഷൻ കൊടുക്കാം. റിഫ്ലക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൺട്രോൾ ജെ ഫോർ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി, കൺട്രോൾ ടി റൈറ്റ് ക്ലിക്ക് ഫ്ലിപ്പ് വെർട്ടിക്കലി മൂവ് ചെയ്യാം, വെർട്ടിക്കലി വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ ഇരിക്കുകയാണ്. അതിലൊരു മാസ്ക് കൊടുക്കുക. ഇത് ബ്ലാക്ക് അല്ലേ, ഇതിൽ വൈറ്റ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ബ്രഷ് ടൂൾ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വീണ്ടും വലുതാക്കണമെന്നുണ്ടെങ്കിൽ വലുതാക്കിയിട്ട് പതുക്കെ പെയിന്റ് ചെയ്തു. ഒന്നുകിൽ ഇങ്ങനെ പെയിന്റ് ചെയ്യാം, പക്ഷെ ഇത് അത്ര ഒരു ഫീൽ ഇല്ല അല്ലേ, ഫീല് വരുന്നില്ല. ഇതൊക്കെ കട്ട് ഫീല് വരണുണ്ട്. പക്ഷെ ഇത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് പോയിട്ട് ഒരു ഗ്രേഡിയന്റ് ടൂൾ ഉണ്ട് കേട്ടോ, ഗ്രേഡിയന്റ് ടൂൾ. അത് വെച്ചിട്ട് താഴേക്ക് ഡ്രാഗ് ചെയ്യാം. അല്ലെങ്കിൽ റൈറ്റ് ആണെങ്കിൽ റൈറ്റിലോട്ട് ഡ്രാഗ് ചെയ്യാം.
കണ്ടോ, ഇങ്ങനെ ഏത് ഭാഗത്ത് മൂവ് ചെയ്താലും നമുക്ക് ആ ഒരു ഇത് കിട്ടും. ഗ്രേഡിയന്റിന്റെ അകത്ത് വേറെ ഗ്രേഡിയന്റ് ഉണ്ടെങ്കിൽ വേറെ ഗ്രേഡിയന്റ് ആണെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു കറക്റ്റ് ഫീൽ കിട്ടും. ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ഇങ്ങനെ കണ്ടോ. എന്നിട്ട് ഇതിന്റെ ഒപ്പാസിറ്റിയും കുറച്ച് കൊടുത്താൽ ഒരു കറക്റ്റ് ഫീൽ കിട്ടും.